ഹേ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ടാറ്റ ഷോറൂമിലാട്ടോ വന്നിരിക്കുന്നത്. എന്താ സംഭവിച്ചാൽ പുതിയ സിയാറിനെ കുറിച്ച് കാണാൻ ഞാനൊരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. സിയാറിൻ്റെ വേരിയൻറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാട്ടോ. എന്നിരുന്നാലും സിയാറ എങ്ങനെയാണ് ഫിസിക്കലി ടച്ച് ആൻഡ് ഫീൽ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കിയാലോ. വാ പറഞ്ഞുതരാം. പറ്റുമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ സിയാറേൻ്റെ ഫസ്റ്റ് ലുക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. സിയാറ ഫിറ്റ് ആൻഡ് ഫിനിഷിൽ വളരെ നന്നായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. ഞാൻ ആദ്യം പറയാം, ഇത് നമ്മുടെ സെയിൽ ചെയ്യാനുള്ള യൂണിറ്റല്ല, ജസ്റ്റ് ഡെമോ പീസ് മാത്രമാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്. സിയാറിൻ്റെ ഒരു വാക്ക് അറൗണ്ട് തരികയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരിക. ബാക്ക് സൈഡിൽ നിന്നൊക്കെ ഈ ഒരു ആംഗിൾ നോക്കുമ്പോൾ മിനി ഡിഫൻഡർ ലുക്ക് തന്നെയുണ്ട് കേട്ടോ സിയാറിനെ കാണാൻ. ബാക്കും കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക, കംപ്ലീറ്റ്ലി യൂണിറ്റ് ആയിട്ട് തന്നെ, എന്താ പറയുക, നല്ല ഫ്രഷ് യൂണിറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ടാറ്റ സിയാറിനെ പവർ ചെയ്തിരിക്കുന്നത് നമ്മൾ 2 പെട്രോൾ എഞ്ചിനും 1 ഡീസൽ എഞ്ചിനും കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാമല്ലോ 1.5 നാച്ചുറൽ എക്സ്പെക്ടഡ് എഞ്ചിനും അതേപോലെ തന്നെ ടർബോ പെട്രോൾ എഞ്ചിനും TDGI എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനുമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഡീസൽ ക്രയോജെറ്റ് എഞ്ചിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 തന്നെയാണ്. പവറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും അതേപോലെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറാണ് നമ്മുടെ ഡീസലിൽ കിട്ടുന്നത് കേട്ടോ. അതേപോലെ 7 DCT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് നമ്മുടെ നോർമൽ NA പെട്രോളിലും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ ടർബോ എഞ്ചിനിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ലൈനപ്പും കാര്യങ്ങളും വരുന്നത് കേട്ടോ. എഞ്ചിൻ വൈസ് ഓടിച്ച് നോക്കാനോ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളോ വന്നിട്ടില്ല. വണ്ടി എത്തിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു കാര്യങ്ങളും ഡീറ്റെയിൽസും പറയാം കേട്ടോ. നമുക്ക് ഏകദേശം 15-ാം തീയതി മുതൽ വണ്ടി കൊടുത്തു തുടങ്ങുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മന്ത് ആവും ഓൾമോസ്റ്റ് വണ്ടി ഒന്ന് റോഡിലൊക്കെ ഇറങ്ങി കണ്ടുവരാൻ കേട്ടോ. ഇപ്പോൾ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ റോട്ടാനോ മോട്ടോഴ്സ് പറഞ്ഞിട്ടുള്ള കോഴിക്കോട് ഷോറൂമിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടി ഇതാണ് നമ്മുടെ പഴയ സിയാറിനെ നോക്കുന്നത്. പഴയ സിയാർ ഒരു 3 സീറ്റർ വണ്ടിയായിരുന്നു. ഇതൊരു 5 സീറ്റർ, 3 ഡോർ വണ്ടിയായിരുന്നു. ഇതൊരു 5 സീറ്റർ 5 ഡോർ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. സി പില്ലറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിലേക്ക് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ടാറ്റ സിയാറിൻ്റെ ഒരു വലുപ്പം കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര ബൾക്കിയാണ്, ഭയങ്കര ഒരു വീതി കൂടിയ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു മാസീവ് വണ്ടി നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു 26 ലക്ഷം മുതൽ 13 ലക്ഷം മുതൽ 26 ലക്ഷത്തിനുള്ളിലാണ് നിങ്ങളെ ഒരു നോട്ടമെങ്കിൽ ഇതാണ് ബെസ്റ്റ് വണ്ടി കേട്ടോ. ഇതൊക്കെയാണ് വേരിയൻസ് വരുന്നത് കേട്ടോ. നമ്മളൊരു വേരിയൻറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ ഫുൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കൺസിഡർ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അതിൽ ഏത് വേരിയൻ്റ് ആണ് വാല്യൂ ഫോർ മണി കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വൈഡർ ആണ് കേട്ടോ. വൈഡർ ആണ് ഈ വണ്ടി വരുന്നത് കേട്ടോ. ഏകദേശം നമുക്ക് വീൽ ബേസ് ഒക്കെ വരുന്നത് 2730 mm, ലെങ്ത് വരികയാണ് 4340 mm, വൈഡറായിട്ട് പറയുകയാണെങ്കിൽ വിടുത്ത് പറയുകയാണെങ്കിൽ 1840 mm ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത്. ഇതൊരു വലിയ വണ്ടിയാണ്. 19 ഇഞ്ചിൻ്റെ വീലൊക്കെ കണ്ടില്ലേ. അപ്പം നമ്മൾ ഈ ഫോട്ടോയിലും കാര്യങ്ങളൊക്കെ അത് ചെറിയൊരു വണ്ടി, ഒരു പെട്ടിക്കൂട് പോലെ തോന്നാമെങ്കിലും നിങ്ങൾ നേരിട്ട് പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഷോറൂമിൽ എടുത്ത് പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ എത്രത്തോളം വലുപ്പമുണ്ട് എന്നുള്ളത് കേട്ടോ. വണ്ടി ഇൻറ്റീരിയറൊക്കെ വേറെ ലെവലെന്നേ പറയാനുള്ളൂ. ടോപ്പ് നോച്ച് ആയിട്ടുണ്ട്. ടാറ്റ നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാം. അത്രയും പബ്ലിസിറ്റിയും കൊടുത്തിട്ടുണ്ട്, അത്രയും മാത്രം വർക്കും ചെയ്തിട്ടുണ്ട്. ഒരുപാട് എൻക്വയറി വരുന്നുണ്ടെന്ന് കേട്ടു. നെക്സ്റ്റ് മന്ത് മുതലായിരിക്കും വിറ്റ് തുടങ്ങുക. ആ ഒരു കാലാവധി ഉണ്ട് കേട്ടോ. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇത് ടോപ്പ് ആൻഡ് മോഡലാണ്. ഇതിൽ 3 സ്ക്രീൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അടിപൊളി സ്ക്രീൻ കേട്ടോ. അതിൻ്റെ പെർഫോമൻസ് അടിപൊളി. പാട്ടൊക്കെ വെച്ച് നോക്കി ഞാൻ അതിൽ പാട്ട് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നാണ് പാട്ട് വരുന്നത് എന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ സാധനം ഇങ്ങനെ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യുക. അത് അതിൻ്റെ പ്രശ്നമല്ല, അത് അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളാണ് കൊടുത്തത്. നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മെമ്മറി സീറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൊടുത്തു. നമ്മളെ വെൽക്കമിങ് ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചർ ലോഡഡ് ആയിട്ടാണ് വണ്ടി ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അതാണ് വേറൊരു എടുത്ത് പറയാനുള്ളത്. ടോപ്പ് നോച്ച് ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളിലൊക്കെ സോഫ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ കണ്ടില്ല നിങ്ങൾക്ക് സോഫ്റ്റ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ തൊട്ട് നോക്കി, ഫിസിക്കലി ഭയങ്കര സുഖമുണ്ട് തൊടാനൊക്കെ. അടിപൊളിയായിട്ട് ഒരു പ്രീമിയം വണ്ടിയിൽ കയറിയിരിക്കുന്ന അതേ ഫീൽ തന്നെ ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഇങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു രീതിയൊക്കെ വരുന്നുണ്ട്. ഞാൻ ഓവർ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ എല്ലാ ടാറ്റ ഷോറൂമിലും ഇപ്പോൾ വണ്ടി എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് യെല്ലോ കളർ കാണണമെന്നുണ്ടെങ്കിൽ റോട്ടാനയിൽ വന്നു കഴിഞ്ഞാൽ യെല്ലോ കളറും കാര്യമായിട്ട് കാണാം കേട്ടോ. ഞാൻ യെല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ഫേവറേറ്റ് അല്ലായിരുന്നു, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എടുത്തു പോയി കണ്ടപ്പോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മൾ കുറച്ച് ടച്ചും കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കപ്പാസിറ്റി അങ്ങനത്തെ സ്വിച്ചാണ് വരുന്നത് കേട്ടോ. ഫിസിക്കൽ സ്വിച്ചും കാര്യങ്ങളല്ല. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് മെറ്റീരിയലും കാര്യങ്ങളാണ് ഉള്ളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ടാറ്റ ഇതിൽ പണിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ. ഇനി ആൾക്കാരെ ഇഷ്ടപ്പെടും കാര്യങ്ങളൊക്കെ കണ്ടറിയുന്നത് വേണം. വണ്ടി
എടുക്കുന്നതിൽ ഒരു നഷ്ടവുമില്ല. ഒരു ഏത് മോഡൽ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളത് എൻ്റെ മറ്റേ വീഡിയോ നമ്മുടെ താഴെ ലിങ്ക് കൊടുക്കാം. അതൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഫീച്ചറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അത് അറിഞ്ഞോളം നിർബന്ധമല്ല. നിങ്ങളത് നോക്കി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കി പോയിട്ട് മാത്രം ബുക്ക് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു സജഷൻ ഉള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക കേട്ടോ. ഇതൊക്കെയാണ് വണ്ടീനെ കുറിച്ചിട്ട് മെയിനായിട്ട് ഇൻറ്റീരിയർ എന്ന് പറയാനുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വെൽക്കമിങ് ഫീച്ചർ. നമ്മൾ ഡോർ തുറക്കുമ്പോൾ സ്ലൈഡ് ചെയ്ത് ബാക്കോട്ട് വെക്കും, ഒന്ന് ജസ്റ്റ് മുന്നോട്ട് വെക്കും. ഇങ്ങനെയാണ് ഡോർ ഹാൻഡിലും കാര്യങ്ങളും തുറക്കുക കേട്ടോ. ഞാൻ ഇതിൻ്റെ വലിയ ഫാനല്ല, ബട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് മെമ്മറി സീറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ മെമ്മറി സീറ്റും കാര്യങ്ങളും ഈ സെഗ്മെന്റിൽ കൊടുത്തതായിട്ട് ഞാൻ അറിയുന്നില്ല, വേറെ വണ്ടിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ മിഡ് സൈസ് SUV എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെഗ്മെന്റിൽ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. അതൊരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയത് കേട്ടോ. പ്രീമിയം കൊടുക്കുന്നതിനുള്ള സാധനങ്ങൾ ഇതിലുണ്ട്, അതാണ് പറയാനുള്ളത്. അപ്പോൾ ഓവറോൾ എന്ത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഡെഫിനറ്റ്ലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ടാറ്റ CRN. യെല്ലോ കളർ ഞാൻ എന്തായാലും പ്രിഫർ ചെയ്യുന്നില്ല, എനിക്കിഷ്ടമല്ല. ബട്ട് കാണാൻ വൃത്തിയേടില്ല, നല്ല അടിപൊളി യുണീക്ക്നെസ് നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റായിട്ട് നോക്കാൻ പറ്റിയൊരു കളറാണ്. ഞാൻ ബ്ലാക്കിലേക്കൊക്കെ ആയിരിക്കും പോവുക ഒരു പക്ഷേ. വേറെ ഏതെങ്കിലും കളർ ഞാൻ കണ്ടിട്ടില്ല. ഇത് കുഴപ്പമില്ല. നമുക്കിവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവരോട് ചോദിച്ചു നോക്കാം കേട്ടോ. അവർ ബുക്ക് ചെയ്യാൻ വന്നതാണ്, അവരുടെ ഒരു അഭിപ്രായവും കാര്യങ്ങളും എന്തുകൊണ്ട് CRലേക്ക് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എന്താണ് നോക്കാലോ, എന്തുകൊണ്ടാണ് അവർ ഈ ടാറ്റ CRN എടുക്കാൻ വന്നത് നോക്കാലോ. CRയിലേക്ക് എസ്പെഷ്യലി വന്നത് ഒന്ന് ആ കളർ കോമ്പിനേഷൻ, യെല്ലോ എന്നുള്ള കളർ കോമ്പിനേഷൻ, അതിൻ്റെ ഒരു അട്രാക്ഷൻ. പിന്നെ ആ സെഗ്മെന്റിൽ ഒരു പ്രശ്നം പറയാനില്ല. എല്ലാത്തിലും ഇപ്പം വീൽ ബേസ് ആണെങ്കിലും ട്രങ്ക് സ്പേസ് ആണെങ്കിലും ഉള്ളിലെ സ്പേസ് എല്ലാത്തിലും അടിപൊളിയാണ്. നല്ല ഹൈറ്റ് ഉണ്ട് തോന്നുന്നല്ലേ, അപ്പൊ നിങ്ങൾക്ക് പറ്റിയ വണ്ടിയാണ്. അതെ, അപ്പൊ നമ്മുടെ സൈസ് നെക്സോൺ ഒന്നും എന്തായാലും കൊള്ളൂല. അപ്പം CR തന്നെ വേണം, എന്തായാലും CR വേണം അല്ലേ. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ അടുത്ത് നിന്നാല് ഒരു പ്രശ്നല്ലേ, ഈ മാച്ച് ആണ്, കറക്റ്റ് ആണ്. ഒരു മിനി ഡിഫൻഡർ പോലെ തോന്നുന്നുണ്ടല്ലേ. ഈ കളർ തന്നെയാണോ? ഇതേ കളർ, യെല്ലോ കളർ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ഫീച്ചറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആകർഷിച്ചെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേരെന്താണ്? അക്കിഫ്. താങ്ക്സ്. എവിടെയായിരുന്നു സ്ഥലം? അരീക്കോട്. ഓക്കെ, കാണാം. അപ്പോൾ അവരുടെ കാര്യമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ബാക്കിലേക്ക് വരുമ്പോൾ ബൂട്ട് സ്പേസ് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൂട്ട് സ്പേസ് ഏകദേശം 622 ലിറ്ററാണ് കേട്ടോ ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ക്ലോസ് ചെയ്യുന്ന ഡോറാണ് കേട്ടോ. ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് നമുക്ക് സ്വൈപ്പ് ചെയ്യാനും പറ്റും. അതേപോലെ സ്വിച്ച് നീക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലോസ് ആയിക്കോളൂ കേട്ടോ. ഇതൊക്കെ ഒരു ഫാൻസി ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഉള്ള അധികം മോഡലിലും കൊടുത്തു വരുന്നുണ്ട്, ഈ ഒരു സെഗ്മെൻറ്റിലേക്കൊക്കെ കൊടുത്തു വരുന്നുണ്ട്. ഇപ്പം ഫീച്ചർ റിച്ച് ആക്കുകയാണല്ലോ വണ്ടി. ബാക്കിൽ നിന്ന് കാണാനൊക്കെ അടിപൊളി ലുക്കാണ്. ഒരുപാട് LED കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേരിയൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വീഡിയോ പോയി കണ്ടാൽ മതി. പക്കയായിട്ട് ഞാൻ കുറച്ച് സമയമൊക്കെ എടുത്തിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത്രത്തോളം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുക. നമ്മൾ 2000-ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ഒന്ന് സഹായിക്കുക കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് കയറിയിരിക്കാനാണെങ്കിലും ഇവിടെ ടണൽ കാര്യങ്ങളില്ലാത്ത പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ നടുവിലിരിക്കുന്ന പാസഞ്ചറിന് ഭയങ്കര ലാഭമായിരിക്കും കേട്ടോ. പാനോറമിക് സൺറൂഫും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എയറി ഫീൽ ഉണ്ട്. ആകെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്ന ആ മൂലക്കിലും നമ്മുടെ B പില്ലറിൻ്റെയും ആ ഒരു ഏരിയയിൽ മാത്രമാണ് ചെറിയൊരു ഇഷ്യൂ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പെട്ടെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണാത്തൊരു ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കർട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തൊക്കെ വളരെ വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഇൻട്രൂഷൻ വരുന്ന പോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ അടിപൊളിയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വണ്ടിയിൽ പാനൽ ഗ്യാപ്പോ കാര്യപ്പെട്ട ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടാറ്റയിൽ നിന്ന് നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ടാറ്റ എംപ്ലോയി ആയതുകൊണ്ട് പറയല്ല, ബട്ട് എനിക്ക് നല്ലൊരു ഫീലായിട്ടാണ് തോന്നിയത്. നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി. പിന്നെ ഈ കളറും കാര്യങ്ങളൊക്കെ ഒരുപാട് വിധത്തിലുള്ള കളറും കാര്യങ്ങളും ഉണ്ട്. ഈ കളർ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ വന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല വൈഡറായിട്ടുള്ളൊരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റിയ വണ്ടി കേട്ടോ. എൻ്റെ വോയിസ് ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ എനിക്ക് അതിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ CRനെ കുറിച്ച് മോർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ട്, താഴെ കൊടുക്കുന്ന നമ്പറിലൊന്ന് വിളിച്ച് നോക്കുക. റോട്ടാന മോട്ടോഴ്സിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അവരൊന്ന് വിളിച്ച് നോക്കിയാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ബുക്കിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ നെക്സ്റ്റ് മന്ത് മുതലാണ് വണ്ടി ഇറങ്ങി തുടങ്ങുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.